ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കേരള കരയിൽ എന്ന ചാപ്റ്ററാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ മാത്സ് നോക്കി പോകുന്നുണ്ട്. അപ്പോൾ മാത്സ് ഇന്നലെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിക്കിൻ്റെ വർക്കൗട്ട് ഇന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ഇന്ന് വർക്കൗട്ട് ചെയ്യാം. ദെൻ നാളെ അടുത്ത ടോപ്പിക്ക് തരുന്നതായിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പഠിച്ചതിന് ശേഷം നാളെ ആ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം പിന്നത്തെ ദിവസം ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ SCERT പാഠഭാഗങ്ങളും നോക്കി പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഡെയിലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിൻ്റെ സവിശേഷതയാണ്. നമ്മുടെ കേരളത്തിൽ കുന്നുകളുണ്ട്, നദികളുണ്ട്, കായലുകളുണ്ട്, കടൽ തീരമുണ്ട്. അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സസ്യങ്ങളും ജന്തുക്കളും എല്ലാം നിറഞ്ഞ ഒരു മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൻ്റെ. പക്ഷേ ഇപ്പോൾ കുറച്ച് അധികം നാളുകളായിട്ട് മഴയാണ് കൂടുതൽ അല്ലേ. അത് നമ്മൾ മനുഷ്യന്മാർ ചെയ്യണതിൻ്റെ പരിണിത ഫലങ്ങളാണത്. ഇനി പ്രശസ്ത സാഹിത്യകാരൻ SK പൊറ്റക്കാട് എഴുതിയ വരികളാണിവ. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ എല്ലാവരും. അടുത്തത്, ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. അപ്പോൾ നമ്മുടെ കേരളം എങ്ങനെയാണ്? നമുക്ക് പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ടവുമാണ്. അതിനിടയിലാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഭൂപടം. ഓക്കെ, ഇനി നമുക്ക് എത്ര അയൽ സംസ്ഥാനങ്ങളുണ്ട്? നമുക്ക് 2 അയൽ സംസ്ഥാനങ്ങളുണ്ട്, കർണാടകയും തമിഴ്നാടും. പിന്നെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14 ജില്ല. അതിൽ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. പിന്നെ കടൽ തീരമില്ലാത്ത ജില്ലകൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ? ഇനി നമ്മുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയാം. പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിലെത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. പിന്നെ ഈ സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ട് കേരളത്തിനെ നമ്മൾ 3 തരത്തിലുള്ള ഭൂപ്രകൃതിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണവ? മലനാട്, ഇടനാട്, ദെൻ തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഉണ്ടോ? ആ യെല്ലോ കളറിൽ കാണുന്നതാണ് തീരപ്രദേശം. ഗ്രീൻ കളറിൽ കാണുന്നത് ഏതാണ്? ഇടനാട്. റെഡ് കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ കാണുന്നതാണ് മലനാട്. ഇനി ഇവരുടെ സമുദ്രത്തിൽ നിന്നുള്ള ഇവരുടെ ഉയരം അനുസരിച്ചിട്ടാണ് ഈ വേർതിരിവ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ഉയര വ്യത്യാസം വരുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്ററിനേക്കാളും സമുദ്രത്തിൽ നിന്നും 7.5 മീറ്ററിനേക്കാളും താഴെ ഉയരം വരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും 7.5 തൊട്ട് 75 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ നമ്മൾ ഇടനാട് എന്ന് പറയുന്നു. ഇനി 75 മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. ഇതിൽ നിന്നും നമ്മുടെ LDC മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ 7.5 മീറ്റർ 75 മീറ്റർ എന്നൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി മലനാട് എന്താണ്?
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളുമൊക്കെയാണ് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ പെടുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ മലനാട്ടിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ടം എവിടം വരെയാണുള്ളത്? തെക്ക് തമിഴ്നാട് ആണ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് ലാസ്റ്റ് ഗുജറാത്ത് വരെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കിടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. എല്ലാ തരത്തിലുള്ള ജീവികളുണ്ട്. കടുവ, പുലി, വരയാട്, പിന്നെന്താണ് സിംഹവാലൻ കുരങ്ങ്, പിന്നെ രാജവെമ്പാല, അതുപോലെ പലതരം പാമ്പുകളുണ്ട്, നിരവധി ഇനം പക്ഷികളുണ്ട്, ചിത്രശലഭങ്ങളുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന ഔദ്യോഗിക പക്ഷി. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് വരയാട്. ഈട്ടി, അഖിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിര എന്നും പേരുണ്ട്. ഇനി നമുക്ക് സൈലന്റ് വാലി എന്താണെന്ന് നോക്കാം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പേര് വരാൻ കാരണം. വാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. ഇപ്പോൾ സൈലന്റ് വാലിയിൽ വളരെ അപൂർവമായി കണ്ടുവരുന്നത് എന്താണ്? ചീവീടാണ്. ചീവീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തിന് എന്ത് പേര് വന്നത്? നിശബ്ദ താഴ്വര അഥവാ സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണമായത്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. എന്താണ്? സിംഹവാലൻ കുരങ്ങ്. ഇതാണ് സിംഹവാലൻ കുരങ്ങ്. കണ്ടോ? ഇത് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിയാണ്. ഇനി ഇടനാട് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും തടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട്. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായി ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇടനാടിൻ്റെ കിഴക്ക് മലനാടും പടിഞ്ഞാറ് തീരപ്രദേശവുമാണ് ഉള്ളത്. ഇതിൻ്റെ ഉയരം എങ്ങനെയാണ്? കടലിൽ നിന്നും 7.5 മീറ്റർ തൊട്ട് 75 മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ ഇടനാട് എന്ന് പറയുന്നത്. ഇനി തീരപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. അവിടെ പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് ഉള്ളത്. ഇനി കാലാവസ്ഥ. കേരളത്തിലെ കാലാവസ്ഥ മിതമായ കാലാവസ്ഥയാണ്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി അഥവാ കാലവർഷം എന്നിങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ഇതിനെ ഇടവപ്പാതി എന്നും കാലവർഷം എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിതമായ കാലാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത.
അപ്പോൾ 2 തരം മൺസൂൺ കാലമാണ് നമുക്ക് കിട്ടുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഇതിനെ കാലവർഷം, ഇടവപ്പാതി എന്നൊക്കെ വിളിക്കും. അതുപോലെ തന്നെ മറ്റൊരു മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഇതിനെ നമ്മൾ തുലാവർഷം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഇടികൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി. ഇനി നമ്മുടെ നദികളെക്കുറിച്ച് പറയാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പമ്പ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത്. അതിൽ കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. ബാക്കിയെല്ലാം പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പെരിയാർ. പിന്നെ പറയുന്ന കേരളത്തിലെ നദികൾ ഇന്ന് മലിനീകരണ ഭീഷണി നേരിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ നമുക്കറിയാം. ഇനി പുനർജനി. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾ മുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തു കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ട് പോയ ഒരു പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അട്ടപ്പാടിയിലാണ്. അത് മഴക്കുഴികളും പിന്നെ തടയണകളും കാട് വെച്ച് പിടിപ്പിച്ചതിനെ തുടർന്ന് പുഴ വീണ്ടും നീരൊഴുക്ക് വീണ്ടെടുത്തിട്ട് ഒഴുകിത്തുടങ്ങി. എന്നിട്ട് അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിൽ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നിട്ട് ഭവാനി പുഴയിലാണ് എത്തിച്ചേരുന്നത്. പുഴയുടെ പേര് കൊടുങ്ങരപ്പള്ളം പുഴ. ഇനി കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ കായലുകളെന്ന് വെച്ചാൽ എന്താണ്? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. വേമ്പനാട്ടുകായൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഇനി തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പോൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. പിന്നെ കടലിനോടടുത്ത് കാണുന്ന ജലാശയങ്ങൾ എന്താണ്? കായലുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യം അർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കൃഷിയും ജനജീവിതവും. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു.
തീരപ്രദേശത്ത് എന്താണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്? തെങ്ങ്, നെല്ല്, പിന്നെന്താ മത്സ്യകൃഷി. കായലുകളുള്ളതുകൊണ്ട് മത്സ്യകൃഷി നടത്തും. ഇനി ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഇടനാട്ടിലെത്തുമ്പോൾ കുറച്ചും കൂടി അധികം വിളകൾ വരികയാണ്. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, കവുങ്ങ്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇടനാട്ടിൽ. പിന്നെ മലനാട്ടിലാണെന്നുണ്ടെങ്കിലോ അവിടുത്തെ കാലാവസ്ഥ അവിടെ തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾ കൂടി അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? തേയില, ഏലം, കുരുമുളക്. ഇനി ഓണം ദേശീയോത്സവമാണെന്നറിയാം കേരളത്തിൻ്റെ. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വിളവെടുപ്പ് നടക്കുന്നത്. അതുപോലെ വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും 10-ാം ഉദയത്തിന് വിളയിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. പിന്നെ പറയുന്നത് വിട പറയുന്ന വിള വൈവിധ്യം. മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായിട്ട് കൃഷി ചെയ്യുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് യുവാക്കളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവും ഇന്ന് കേരളത്തിലെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ അധികം കാർഷിക പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലേ? നമ്മൾ കൂടുതലും കഴിക്കുന്ന ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ കൃഷിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി കേരളത്തിലെ ഗതാഗതം. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുന്ന തുറമുഖങ്ങളും വികസിച്ചിട്ടുണ്ട്. കായലുകൾക്ക് പുറമെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്തുകൂടി റെയിൽവേ പാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഈ പാതകൾ നീളുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകളുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഗതാഗതം എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഗതാഗതവും നമുക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റെയിൽവേ, സംസ്ഥാന പാത, ദേശീയപാത, ജില്ലാതിരുകൾ, സംസ്ഥാന അതിരുകളൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഗതാഗത ഭൂപടം കേരളത്തിൻ്റെ. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഹരിതാഭമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി, ധാരാളമായി ലഭിക്കുന്ന മഴ, അനേകം നദികൾ, സുഖകരമായ കാലാവസ്ഥ, ഉയർന്ന സാക്ഷരതയും സംസ്കാരവുമുള്ള ജനത. ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യവും വിഭവ സമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാവാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇനി ഇതിൻ്റെ സംഗ്രഹം നോക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും വ്യത്യസ്ത കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. പിന്നെ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് കേരളത്തിന് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഞാനിവിടെ വിട്ടുപോയത് കേരളത്തിലെ റെയിൽവേ പാതകളില്ലാത്ത ജില്ലകൾ ഏതൊക്കെ, പിന്നെ ദേശീയപാതകൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം, അതൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അറിയാത്തവർ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നന്നായി പഠിക്കൂ. അപ്പോൾ
അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റുള്ളവർക്കായിട്ട് കേട്ടോ. ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്